നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ അന്തരിച്ചു. വിയോഗം നാട്ടിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്നതിന്റെ തലേന്ന്. മസ്കത്ത് പൂരം 2024 ഓഗസ്റ്റ് 23-ന്. അരങ്ങ് സാംസ്കാരിക വേദി വാർഷികാഘോഷം. സൗജന്യ നിയമസഹായത്തിന് ദുബായിൽ നീതിമേള ഇന്ന്. ഓർമ്മ സാഹിത്യോത്സവത്തിന് സമാപനം. കടൽ കടന്ന സ്നേഹം. കേരളത്തിൽ നിന്ന് ആദ്യമായി UAE-യിലെത്തിയ ചക്കപ്രിയനായ നായക്കുട്ടി ഇന്ന് പ്രവാസി. മനോനില തെറ്റിയ ഇന്ത്യക്കാരൻ സൃഷ്ടിച്ച പ്രതിസന്ധി കാരുണ്യച്ചിറകിൽ അതിജീവിച്ച മലയാളി സാമൂഹിക പ്രവർത്തകർ. കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ അന്തരിച്ചു. വിയോഗം നാട്ടിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്നതിന്റെ തലേന്ന്. നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരുന്നതിന്റെ തലേന്ന് കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശി 28 വയസ്സായ ഫാസിൽ ബഹ്റൈനിൽ അന്തരിച്ചു. റെഡിമെയ്ഡ് ഷോപ്പ് ജീവനക്കാരനായിരുന്നു. ചേരിപ്പോയിൽ പൊട്ടക്കണ്ടി മൊയ്തുവിന്റെയും ഫാത്തിമയുടെയും മകനാണ്. സഹോദരങ്ങൾ ഫായിസ്, ഷിനാസ്. ഖബറടക്കം പിന്നീട് നാട്ടിൽ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. മസ്കത്ത് പൂരം 2024 ഓഗസ്റ്റ് 23-ന്. പഞ്ചവാദ്യ സംഘം 20ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 23-ന് അൽ-ഫലജ് ഹാളിൽ അരങ്ങേറും. കേരള പൈതൃക കലകളും ഒമാനി പരമ്പരാഗത കലകളും കോർത്തിണക്കിക്കൊണ്ട് മസ്കത്ത് പൂരം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ പി മുഹമ്മദ് അലി രതീഷ് പട്ടിയാത്തിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചന്തു മിറോഷ്, അജിത് കുമാർ, സതീഷ് പുന്നത്തറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആശാൻ തിച്ചൂർ സുരേന്ദ്രൻ നേതൃത്വം നൽകി. മനോഹരൻ ഗുരുവായൂർ കോർഡിനേറ്ററുമായി. കഴിഞ്ഞ 20 വർഷമായി മസ്കത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് മസ്കത്ത് പഞ്ചവാദ്യ സംഘം. പ്രശസ്ത കലാകാരൻ ശിവമണി അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീത ഫ്യൂഷൻ, ഒമാനി കലാരൂപങ്ങൾ, പഞ്ചവാദ്യം, മേളം, തായമ്പക, കുതിരവേല, കാളകളി, തിറ, പൂതൻ തുടങ്ങി നാടൻ കലകൾ കോർത്തിണക്കിക്കൊണ്ടാണ് മസ്കത്ത് പൂരം അരങ്ങേറുന്നതെന്നും സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. അരങ്ങ് സാംസ്കാരിക വേദി വാർഷികാഘോഷം. അബുദാബിയിൽ അരങ്ങ് സാംസ്കാരിക വേദി 40ാം വാർഷികം ആഘോഷിച്ചു. രക്ഷാധികാരി AM അൻസാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ആയിഷ സക്കീർ അധ്യക്ഷത വഹിച്ചു. രാജേഷ് ലാൽ ചാറ്റർജി, അഭിലാഷ്, അശ്വതി, കേശവൻ ലാലി, സിന്ധു ലാലി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി AM അൻസാർ, B ദശപുത്രൻ, CV ജോസഫ്, ബിനു വാസുദേവൻ, അഭിലാഷ് G പിള്ള, ദിലീപ് പാലക്കൽ, ജയകുമാർ, ദീപക്, ഫിലിപ്പ്, ബിജു ജോസ്, കേശവൻ ലാലി, ഷാജി കണ്ണൻകര, ഷിബിൻ മുഹമ്മദ്, ഷെരീഫ്, ആശ രാജേഷ് ലാൽ, അഡ്വക്കേറ്റ് ആയിഷ സക്കീർ, രാജേഷ് ലാൽ, സൈജു പിള്ള, അജിത് പിള്ള, രാജേഷ് കുമാർ, സന്തോഷ് ചാക്കോ, മിഥുൻ, സക്കീർ ഹുസൈൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. സൗജന്യ നിയമസഹായത്തിന് ദുബായിൽ നീതിമേള ഇന്ന്. പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലും വിദേശത്തും അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങൾക്ക് സൗജന്യ നിയമസഹായവുമായി ദുബായിൽ നീതിമേള സംഘടിപ്പിക്കുന്നു. കൊച്ചി ആസ്ഥാനമായുള്ള പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി UAE-യിലെ പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മേള ഇന്ന് വൈകിട്ട് 3-ന് ബിസൈസിലെ MSS ഹാളിൽ നടക്കും. ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്യും. പാസ്പോർട്ട്, വിസ, ആധാർ കാർഡ് തുടങ്ങി വിവിധ സിവിൽ, ക്രിമിനൽ കേസുകളിൽ വിദഗ്ധരായ അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാകും. നാട്ടിലെ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രവാസികൾക്ക് നേരിട്ടോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മുഖേനയോ മേളയിൽ പങ്കെടുക്കാം. നാട്ടിൽ പരിഹരിക്കാനാവുന്ന വിഷയങ്ങളിൽ പിൽസ് നേരിട്ട് ബന്ധപ്പെട്ട പരിഹാരമാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. നീതിമേളയ്ക്ക് മുന്നോടിയായി പിൽസ് ഓൺലൈൻ ക്യാമ്പയിനിലൂടെ പരാതികൾ സമാഹരിച്ചിരുന്നു. ഇതിലെ പരാതിക്കാർക്ക് പുറമെ നിയമോപദേശം ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കും ഇന്ന് നേരിട്ടെത്താം. ഹൈക്കോടതി അഭിഭാഷകർ ഉൾപ്പെടെ നാട്ടിലും വിദേശത്തുമുള്ള പ്രഗത്ഭ അഭിഭാഷക പാനൽ അംഗങ്ങളും സാമൂഹിക പ്രവർത്തകരും പരാതികൾ പരിശോധിച്ച പരിഹാരം നൽകും. ഉദ്ഘാടന ചടങ്ങിൽ അഹമ്മദ് അൽ സാബി, UAE-യിലെ മുതിർന്ന അറബ് അഭിഭാഷകൻ ഡോക്ടർ ഹാനി ഹമൂദ ഹജ്ജാജ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും പിൽസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഷാനവാസ്, നോർക്ക ഡയറക്ടർ OV മുസ്തഫ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, UAE KMCC സെക്രട്ടറി അൻവർ നഹ,
അക്കാഫ് പ്രസിഡന്റ് പോൾ ടി ജോസഫ്, MSS ചെയർമാൻ അബ്ദുൽ അസീസ് തുടങ്ങിയവർക്ക് പുറമെ UAE-യിലെയും നാട്ടിലെയും അഭിഭാഷകരും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഓർമ്മ സാഹിത്യോത്സവത്തിന് സമാപനം. ജനത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന അധികാരവർഗത്തിന്റെ ധിക്കാരം അധികനാൾ തുടരാനാകില്ലെന്നും അതിനെതിരായ ചെറുത്തുനിൽപ്പ് ലോകമെങ്ങും അനുദിനം ശക്തിപ്പെടുകയാണെന്നും MA ബേബി ഓർമ്മ സാഹിത്യോത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യോത്സവത്തിൽ 12 സെഷനുകളിലായി 70-ലേറെ പാനലിസ്റ്റുകൾ പങ്കെടുത്തു. മീഡിയ കോൺക്ലേവിന് മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് നേതൃത്വം നൽകി. കലാകാരനും ശില്പിയുമായ നിസാർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഗിൽഡിലെ ചിത്രകാരന്മാരുടെ ലൈവ് പെയിന്റിംഗും നടന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കടൽ കടന്ന സ്നേഹം. കേരളത്തിൽ നിന്ന് ആദ്യമായി UAE-യിലെത്തിയ ചക്കപ്രിയനായ നായക്കുട്ടി ഇന്ന് പ്രവാസി. 1.5 കുരയാ ലൂക്കയുടേത്. ആളൊരു കുഞ്ഞനാണേലും സിംഹമാണെന്ന വിചാരം. ലൂക്കയെ മടിയിലിരുത്തി കൊഞ്ചിച്ചുകൊണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമം സ്വദേശി കവിത രാജേഷ് പറഞ്ഞു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഗൾഫിലേക്ക് പറന്ന നായക്കുട്ടി എന്ന നിലയിൽ വാർത്തകളിൽ ഇടം പിടിച്ച കക്ഷിയാണ് ലൂക്ക. ഓമന മൃഗത്തെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള അനുമതി കൊച്ചി വിമാനത്താവളത്തിന് ലഭിച്ചതോടെയാണ് ലൂക്ക ഗൾഫിലേക്ക് പറന്നത്. കഴിഞ്ഞ ദിവസമാണ് നയനമനോഹര രൂപമുള്ള ലൂക്ക എന്ന സ്മാർട്ട് ബോയ് ഏറെ കടമ്പകൾ ചാടിക്കടന്ന് സിയാലിന്റെ അനുമതിയോടെ ദുബായ് രാജ്യാന്തര സിറ്റിയിലെ കവിത രാജേഷിന്റെ ഫ്ളാറ്റിലെത്തിയത്. നായക്കുട്ടിയോടുള്ള സ്നേഹവാത്സല്യം പങ്കുവയ്ക്കുകയാണ് കവിത. 2 മാസം മുൻപ് ഹൃദയം പറിച്ചുവെച്ച പോലെ ലൂക്കയെ നാട്ടിൽ വിട്ടാണ് ഞാനും ഇളയ മകൻ ഈശ്വറും ദുബായിലെ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായ ഭർത്താവ് രാജേഷ് സുശീലന്റെ അരികിലെത്തിയത്. എന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ലൂക്ക. പിരിഞ്ഞപ്പോഴാണ് ലൂക്ക ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനം നേടിയിരിക്കുന്നു എന്ന് മനസ്സിലായത്. ഞങ്ങളെ തിരിച്ചു കിട്ടിയപ്പോൾ ലൂക്കയ്ക്കുണ്ടായ സന്തോഷം അവന്റെ ഒറ്റനോട്ടത്തിൽ നിന്ന് തിരിച്ചറിയാനും സാധിച്ചു. ഇനി ഒരിക്കലും ഇവനെ ഞങ്ങൾ പിരിഞ്ഞിരിക്കില്ല. പഞ്ഞിത്തുണ്ടം പോലെയുള്ള ലൂക്കയുടെ ദേഹത്ത് തലോടിക്കൊണ്ട് കവിത പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. മനോനില തെറ്റിയ ഇന്ത്യക്കാരൻ സൃഷ്ടിച്ച പ്രതിസന്ധി കാരുണ്യച്ചിറകിൽ അതിജീവിച്ച മലയാളി സാമൂഹിക പ്രവർത്തകർ. ഇന്ത്യൻ എംബസിയുടെയും സാമൂഹിക പ്രവർത്തകരുടെയും കരുതലിൽ മനോനില തെറ്റിയ ഇന്ത്യക്കാരനായ യുവാവ് നാടണഞ്ഞു. നജറാനിൽ ജോലി ചെയ്തിരുന്ന UP മഹാരാജാഗഞ്ച് ബനർസിയ ഗുർദ്ഖുൽഹുയ് സ്വദേശിയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സ്വദേശിയുടെ ഹൌസ് ഡ്രൈവർ ജോലിക്കൊപ്പം ആടുകളെ മേയ്ക്കുന്ന ജോലിയും ചെയ്തിരിക്കുന്ന യുവാവിന് ഇതിനിടയിൽ മനോനില തകരാറിലായി. അനേക വർഷങ്ങളായി ഇവിടെയുള്ള കൃഷിയിടത്തിലും മസ്രയിലും ജോലി ചെയ്തിരുന്ന ബന്ധുവിന്റെ ഇടപെടലിലാണ് ഇയാൾ സൗദിയിൽ ജോലിക്കെത്തിയത്. ജോലിക്കിടയിലും താമസ സ്ഥലത്തും മറ്റും മനോനില തെറ്റിയ യുവാവ് കുഴപ്പങ്ങളുണ്ടാക്കിയതിനെ തുടർന്ന് സ്പോൺസർ നജ്റാനിൽ നിന്നും റിയാദിലെത്തിച്ചു. നാസ് എയർലൈൻസിൽ ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റും എടുത്തിരുന്നു. റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ബോർഡിംഗ് പാസും ലഭിച്ച യുവാവ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ സുരക്ഷാ ജീവനക്കാരനോട് പ്രശ്നമുണ്ടാക്കിയതോടൊപ്പം പ്രവേശന നിരോധിത മേഖലയിലേക്ക് കടക്കാനും ശ്രമിച്ചു. സുരക്ഷാക്രമ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ യുവാവിന്റെ പെരുമാറ്റത്തിൽ പന്തികേട് മനസ്സിലാക്കിയ നാസ് എയർലൈൻസ് ജീവനക്കാർ വിമാനത്തിൽ കയറാൻ അനുവദിച്ചില്ല. കുഴപ്പമുണ്ടാക്കിയതിനാൽ യാത്ര മുടങ്ങിയ ഇയാൾക്ക് ഒരു ദിവസം വിമാനത്താവളത്തിൽ തുടരേണ്ടി വന്നു. വിമാനത്താവള അധികൃതർ വിവരം ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. കൂടാതെ സാമൂഹിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാടിനെയും ബന്ധപ്പെട്ടു. റിയാദ് എംബസിയുടെ പ്രോട്ടോകോൾ ജീവനക്കാരനായ സത്താറും സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടും വിമാനത്താവളത്തിൽ എത്തി. ബന്ധപ്പെട്ട സുരക്ഷാ ഓഫീസറിനെ കണ്ട യുവാവിന്റെ മാനസിക നില തെറ്റിയതാണെന്നും ചികിത്സാർത്ഥം നാട്ടിലേക്ക് കയറ്റിവിട്ടതാണെന്നുമുള്ള വിവരം ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് ജാമ്യത്തിലിറക്കി. തുടർന്ന് റിയാദിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലെത്തിച്ചു. എക്സിറ്റ് അടിച്ചതിനാൽ ആശുപത്രിയിൽ അഡ്മിഷൻ സാധ്യവുമല്ലായിരുന്നു. മനോനില തെറ്റിയ യുവാവിന്റെ ഉത്തരവാദിത്തവും ജാമ്യത്തിലിറങ്ങിയ സാമൂഹിക പ്രവർത്തകരുടെ ചുമലിലായി. എംബസിയുടെ ചെലവിൽ യുവാവിന് ഖത്തറിൽ താമസ സൗകര്യം ഒരുക്കി ദിവസം തോറും ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ തുടർന്നു. മനോനില തകരാറായ ഇയാൾക്ക് ഇറങ്ങിപ്പോകുന്ന സ്വഭാവസ്ഥിതി ഉണ്ടായിരുന്നതിനാൽ ഒരാഴ്ചയോളം മലയാളി സാമൂഹിക പ്രവർത്തകർ രാത്രിയും പകലുമൊക്കെ കാവലിരുന്ന് പരിചരണം നൽകി. ചികിത്സയ്ക്കൊടുവിൽ സാധാരണ നിലയിലേക്ക് എത്തിയ യുവാവിന് നാട്ടിലേക്ക് മടങ്ങാനും ഒപ്പം നാട്ടിലെത്തിക്കുന്നതിനുള്ള ഒരാളുടെ വിമാന ടിക്കറ്റും ഇന്ത്യൻ എംബസിയുടെ ചെലവിൽ നൽകി. മലയാളിയായ ഷിജു സുൽത്താൻ ഓച്ചിറ ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള കാലമായിട്ടും യുവാവിന്റെ സാഹചര്യം മനസ്സിലാക്കി ഇടപെട്ട എംബസി ടിക്കറ്റുകൾ എടുത്തു നൽകുകയായിരുന്നു. ഇന്ത്യൻ എംബസി CCM അബുമാത്തൻ ജോർജ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മൊയ്ൻ അക്തർ, എംബസി ജീവനക്കാരായ ഹരി, ഷറഫ് എന്നിവർ സാമൂഹിക പ്രവർത്തകർക്ക് ആവശ്യമായ പിന്തുണയും നൽകി. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചേർന്ന യുവാവിനെ ബന്ധുക്കൾക്ക് സമീപം എത്തിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്.
UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.